നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ മിക്ക ആളുകൾക്കും ഒരു തെറ്റായ ധാരണയുണ്ട്. ഇത് മിക്ക ആളുകളും ഇൻഷുറൻസിനെ കാണുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ്. നമുക്ക് ഇപ്പോൾ ജീവന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ബൾക്ക് മണി കിട്ടണം. അതാണ് ലൈഫ് ഇൻഷുറൻസ്. ഇനി നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് നടത്തണം. ഇനി കാറിൻ്റെ കേസിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കാറിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷോപ്പിലോ എക്സ്പെൻസ് ആ കാർ ഇൻഷുറൻസുകാർ വഹിക്കണം. ഇതാണ് നമ്മുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. പക്ഷെ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇത് മെഡിക്കലിൻ്റെയും കാറിൻ്റെയും കാര്യം കുറച്ച് മറക്കും. നമുക്ക് അടച്ച പൈസ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവരും ആലോചിക്കണം എങ്ങനെ വെച്ചാൽ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കേൾക്കാറുണ്ട്. മൾട്ടിപ്പിൾ ടൈപ്സ് ഉണ്ട്. എന്നിരുന്നാലും ഒരു പ്രധാനമായിട്ട് വേണമെങ്കിൽ ഒന്ന് മണി ബാക്ക്, നമ്മൾ അടച്ചിട്ട് ഓരോ 5 കൊല്ലം കഴിയുമ്പോൾ കുറച്ച് കാശ് തിരിച്ചു കിട്ടും. അത് എല്ലാവർക്കും സന്തോഷമാണ് ഇൻഷുറൻസിൽ എടുക്കാനായിട്ട്. പിന്നെ പറഞ്ഞ ട്രഡീഷണൽ പോളിസീസ്, അത് അടച്ചു കഴിഞ്ഞ് ഒരു നമ്മുടെ മെച്യൂരിറ്റി പീരീഡ് 30 കൊല്ലം അല്ലെങ്കിൽ ഒരു 25 കൊല്ലം ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു തുക നമുക്ക് കിട്ടും. ഇത് കണ്ടിട്ടാണ് എല്ലാവരും ഇൻഷുറൻസിൽ കയറുന്നത്. പക്ഷേ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മളൊരു പൈസ കൊടുത്ത് അടയ്ക്കാം, എന്നിട്ട് നമ്മൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ലംസം മണി കിട്ടണം. ആ പൈസ കൊണ്ട് അവരുടെ അടുത്ത ആരാണോ ഡിപ്പെൻഡൻറ്റ് അവർ ഏൺ ചെയ്യാൻ തുടങ്ങുന്നവരെ ഈ പൈസ അവർക്ക് വേണ്ടി വരണം. ഇതാണ് ഒരു ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നല്ലത് ടേം ഇൻഷുറൻസ് ആണ്. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് പൈസ അടയ്ക്കുക, എന്നിട്ടൊരു ലംസം മണിക്ക് ഇൻഷുറൻസ് എടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് ഇൻ കേസ് ഒരു കൊല്ലത്തേക്ക് അതിന് കാലാവധിയുള്ളൂ, ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ പോകും. അത് മിക്ക ആൾക്കാർക്കും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി നോക്കുമ്പോൾ നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതോടൊപ്പം ഒരു SIP കൂടി കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ SIPയിൽ നമുക്ക് റിട്ടേൺ കിട്ടും, ടേം ഇൻഷുറൻസിൽ നിന്ന് റിസ്ക്കും കവറാവും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ഒരു ടേം ഇൻഷുറൻസും SIPയും എടുക്കണമെങ്കിലും ഒരു ട്രഡീഷണൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിലും നമ്മൾ എത്ര രൂപ പ്രീമിയം അടയ്ക്കും, എത്ര രൂപ നമുക്കൊരു ഒരു ഒരു ബോൾ പാർക്ക് ഫിഗർ എന്നുള്ള ലെവലിൽ നമുക്ക് കിട്ടും, ഒരു അപ്രോക്സിമേറ്റ് എത്ര കിട്ടും എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് കറക്റ്റ് ആണെന്നില്ല, പോളിസി ടു ചേഞ്ച് ആവും. പക്ഷെ എന്നിരുന്നാലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഫിഗേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ട്രഡീഷണൽ പോളിസി പോകുമ്പോൾ എന്താണ് എനിക്ക് കിട്ടുന്നത്, ടേം ഇൻഷുറൻസിൽ പോകുമ്പോൾ എന്താണ് കിട്ടുന്നത്. അപ്പോൾ ഇൻഷുറൻസിൽ കിട്ടുമ്പോൾ പൈസ അത് ടാക്സ് ഫ്രീ ആണ്, അത് റിസ്ക് വളരെ കുറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ആ റിസ്ക്കും എലമെൻ്റൊക്കെ നിങ്ങൾക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൽ പോകുന്നില്ല, യാതൊരു തെറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഇതാണ് ഒരു കാൽക്കുലേഷൻ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എനിക്ക് ട്രഡീഷണൽ പോളിസി വേണോ, ടേം ഇൻഷുറൻസ് പ്ലസ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് പറയുന്നുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ്. ഇവിടെ പറഞ്ഞെങ്കിൽ ട്രഡീഷണൽ പോളിസീസ്. ഇത് ക്ലിയർ ആയി വിചാരിക്കണം. എഴുതിയത് ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ട്രഡീഷണൽ ഇൻഷുറൻസ്. അപ്പോൾ ഏജ് പോളിസി എടുക്കുന്ന ആളുടെ വയസ്സ് 30 വയസ്സാണെന്ന് വിചാരിക്കാം. ഇദ്ദേഹം ഇനി ഒരു 31 വർഷത്തേക്കാണ് ടേം കാലത്തേക്കാണ് ഇത് എടുക്കണമെന്ന് വിചാരിക്കാം. ഇനി ഇദ്ദേഹം ഇപ്പൊ എത്ര രൂപയ്ക്കാണ് സമ്മർഷ്യൂർഡ് എടുക്കണമെന്ന് വെച്ചാൽ 1 കോടി രൂപയ്ക്കാണ്. അപ്പൊ 1 കോടി രൂപയ്ക്ക് 30 വയസ്സുള്ള ആള് നോർമൽ കേസിൽ നോൺ സ്മോക്കർ ആണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10,000 രൂപ. 10,000 ഇതാണ് ഒരു ഞാനെടുത്ത ഒരു എക്സാമ്പിൾ അനുസരിച്ചുള്ള പൈസ അടയ്ക്കേണ്ടത്. 10,425. 10,000 കൂട്ടാം. ഈ തുക ഇപ്പോൾ ട്രഡീഷണൽ പോളിസിക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3,54,059 രൂപ അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇതിലാണെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പൈസ മൊത്തം പോകും. പിന്നത്തെ വർഷവും അടയ്ക്കണം. അങ്ങനെ
30 കൊല്ലം അടച്ചുകൊണ്ടിരിക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ 3,50,000 രൂപ എല്ലാ വർഷവും അടച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ആണെങ്കിൽ ഓരോ വർഷം ഇത്ര വെച്ചിട്ട് അടച്ചാൽ മതി. പക്ഷെ ഇവിടെ ആണെങ്കിൽ പൈസ തിരിച്ചിട്ടില്ല, ഇവിടെ ആണെങ്കിൽ പൈസ തിരിച്ചു കിട്ടും. ഇതാണ് വ്യത്യാസം. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 31 വർഷം കൊണ്ട് ഇവിടെ അടയ്ക്കുന്നത് ഏകദേശം ഒരു 3,00,000 ഒരു ചില്ലറ വരും. 3,23,000 രൂപയോളം ഇവിടെ വരും 31 വർഷം അടച്ചു വരുമ്പോൾ ടോട്ടൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ അടയ്ക്കുന്നത് ഏകദേശം 1,09,00,000 ഇവിടെ വരും. 1,09,00,000 ഇവിടെ വരും. അപ്പൊ ഇതില് ഇൻ കേസ് നമുക്ക് ഒരു 60-61 വയസ്സായിട്ടും ഇയാൾ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അടച്ച പൈസ മൊത്തം പോകും. അപ്പൊ നമ്മൾ ടൈം എടുക്കുമ്പോൾ ഒരിക്കലും ഒരു 35 വർഷത്തിന് എടുക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 75 വയസ്സെന്നുള്ളത് അല്ലെങ്കിൽ ഒരു 85 വയസ്സെന്നുള്ള ലെവലിൽ വേണം എടുക്കാനായിട്ട്. ഇവൻ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡ്യൂറേഷൻ കിട്ടുകയും ചെയ്യും. മിക്കപ്പോഴും ഒരു 61 വയസ്സായിട്ട് നമ്മളേക്കും ഇവർക്ക് ഇൻഷുറൻസിന്റെ റിക്വയർമെന്റ് ഉണ്ടാവും. കാരണം ഇവരുടെ ഡിപെൻഡൻസിന് ജോലിയാവും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവും. എന്നിരുന്നാലും ഇത് കൂട്ടിയെടുക്കേണ്ട തെറ്റില്ല. അപ്പൊ ഈ ഒരു സിനാരിയോയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3,4 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടാവും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കോടിക്ക് മേലെ 1,09,00,000 നമ്മൾ പൈസ ആയിട്ട് അടച്ചിട്ടുണ്ടാവും ഈ 31 കൊല്ലത്തിനുള്ളിൽ. ഇത് ഇവിടെ ജീവിച്ചിരിപ്പണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1,57,00,000 ഇതിന്റെ ഒരു ബോണസ് ആയിട്ട് കമ്പനി ഡിക്ലെയർ ചെയ്യും. അപ്പൊ ഇത്രയും 30 വയസ്സായുള്ള ആള് 61ാമത്തെ വയസ്സിലാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 2,57 ലക്ഷം രൂപയോളം ഇവർക്ക് കയ്യിൽ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ. ഇതൊരു വളരെ ഒരു ബോൾ ഫാക്ട് ഫിഗറാണ് ഇട്ടേക്കുന്നത്. ഇതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാലും ഇവിടെ ഇത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത്രയും രൂപയെ കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഇത്ര രൂപ മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് സെയിം ആയിട്ട് ഒരു SIP കൂടി ചേരാം. അപ്പൊ SIP കൂടി ചേരുമ്പോൾ ഇതേ മൈനസ് ഇത് എത്രയാണെന്ന് നോക്കാം. ആ രൂപയ്ക്ക് നമ്മൾ SIP ചേരാം. അപ്പൊ ഏകദേശം ഒരു 3,44,000 രൂപ കൊല്ലത്തിൽ പെർ ആനം നമ്മൾ SIP ഇക്വിറ്റി SIP ചേരാം. അപ്പൊ ഒരു 31 വർഷത്തേക്ക് ചേരാം. കാരണം ഇത് 31 വർഷത്തേക്കാണല്ലോ. ഒരു 12% നമുക്ക് ഗ്രോത്ത് പ്രതീക്ഷിക്കാം കൊല്ലത്തിൽ. ഒരു ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് 14-15% ഗ്രോത്ത് വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളൊരു 12% ഗ്രോത്ത് ഇവിടെ പ്രതീക്ഷിച്ചാൽ മതി. എന്നിരുന്നാൽ തന്നെ ഇത് ഏകദേശം ഒരു 9 കോടിക്ക് അടുത്തായിട്ട് വളരും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം ഇത്ര കോടിയായിട്ട് ഇവിടെ പണം വളരും. അങ്ങനെ വരണമെങ്കിൽ തന്നെ ഏകദേശം ഇവിടെ കിട്ടുന്ന ഇത്ര മാത്രമാണ്. ഇവിടെ കിട്ടുന്ന ഇത്ര ഏകദേശം ഒരു 6.7 crore rupees നമുക്ക് എക്സ്ട്രാ ഈ മെത്തേഡിൽ കൂടെ ആകുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ടേം ഇൻഷുറൻസ് പ്ലസ് SIP എന്നുള്ള മെത്തേഡിലാണെങ്കിൽ ഈ ഒരു കോടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന സമ്മർഷന് വേണ്ടിയാണ് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 6 crore മേലെ നമുക്ക് പൈസ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രഡീഷണൽ വേഴ്സസ് ടേം പ്ലസ് SIP എന്നുള്ള രീതിയിൽ ഇതൊരു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളോട് കമന്റിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക ചെയ്യുക. നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ്, ഇൻവെസ്റ്റ്മെന്റ് സെപ്പറേറ്റ്. അപ്പോൾ എത്ര രൂപയ്ക്ക് നമുക്ക് കവറേജ് വേണം അതിനുള്ള ടൈം ഇൻഷുറൻസ് എടുക്കുക. ബാക്കിയുള്ള പൈസ ആ പ്രീമിയത്തിന്റെ പൈസ എടുത്ത് പ്യുവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഇക്വിറ്റിയിൽ ലോങ് ടൈമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ വീഡിയോയുടെ സമ്മറി. ഹോപ്പ് ഇറ്റ്സ് യൂസ്ഫുൾ. ഇതൊരു ഓരോ ടൈമിലും ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്ന ടൈമിൽ ഈ ഒരു കാൽക്കുലേഷൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഓരോരുത്തരും ഇൻഷുറൻസ് എടുക്കാൻ എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ഫിനാൻഷ്യൽ ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.